പ്രിയ സഹകാരികളെ, നാലാമത് എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ്റെ തുടക്കം നമ്മൾ കുറിച്ചു വെച്ചു. സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. അതിൽ 5 സെക്ഷനുകളാണ് ഉള്ളതെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു. അതിൽ സെക്ഷൻ 1, അതിൻ്റെ സബ്സെക്ഷൻ എ ബി സി 3 സബ്സെക്ഷനുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ സബ്സെക്ഷനിൽ അവശേഷിക്കുന്ന ഡി മുതൽ കെ വരെയുള്ള സബ്സെക്ഷനുകളിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സും കൂടാതെ 2, 3, 4 and 5 ഈ സെക്ഷനുകളും തുടർന്ന് വരുന്ന സെക്ഷനുകളുടെ അമെൻമെൻറ്റ്സും നമുക്ക് വിശദമായി ഇന്നത്തെ 5ാമത്തെ എപ്പിസോഡിൽ പരിശോധിക്കാം. 5ാമത്തെ സുപ്രധാനമായ എപ്പിസോഡിലേക്ക് എല്ലാ സഹകാരികൾക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ സെക്ഷനിൽ നിരവധി മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സുപ്രധാനമായ മറ്റൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞ 1C എന്ന് പറയുന്ന സബ്സെക്ഷനോട് ചേർന്ന് ഒരു സബ്സെക്ഷൻ C1CA കാണാൻ വേണ്ടി കഴിയുന്നില്ലേ? 1CA എന്നുള്ള നമ്പറിൽ ഒരു പുതിയ ക്ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, യുവ സംഘങ്ങളും യുവാക്കളുടെ പ്രാതിനിധ്യവുമൊക്കെ സംഘങ്ങളിൽ കൂടുതൽ വേണം എന്നുള്ള വാദഗതിക്ക് അനുചിതമായിട്ട് അതിൻ്റെ ഉപോത്ബലകമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭേദഗതിയാണിത്. അതിൽ വേറൊന്നുമില്ല, ഒരു കമ്മിറ്റിയിലെ 2 സീറ്റുകൾ 40 വയസ്സിൽ അധികരിക്കാത്ത അംഗങ്ങൾക്കായി റിസർവ് ചെയ്യണം. 2 സീറ്റ് 40 വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്കായി റിസർവ് ചെയ്തിരിക്കണം. അതിലൊരെണ്ണം സംവരണേതര വിഭാഗത്തിൽപ്പെട്ടത് ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ടതായിരിക്കണം. ഒന്ന് നമ്മൾ സെക്ഷൻ 28A സബ്സെക്ഷൻ 1 പറയുന്ന കുറേ റിസർവേഷൻ കാറ്റഗറി ഉണ്ട്. 28A പറയുന്ന കുറേ റിസർവേഷൻ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു വനിതാ സംവരണ വിഭാഗത്തിൽ വിമൻ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട ഒന്ന് ഓപ്പൺ. അങ്ങനെ 2 എണ്ണം 40 വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്കായി റിസർവ് ചെയ്യപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ഇനി കൂട്ടുകാർക്ക് വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാനതൊന്ന് വായിക്കാം. സബ്സെക്ഷൻ 1CA. Notwithstanding anything contained in the Act, rules or the bylaw of the society, 2 seats in the committee of such society shall be reserved for members who shall not exceed the age of 40 years on the date of filing nomination for election, of whom one shall be from non-reserved category and one shall be a woman from the reservation category provided in subsection 1 of section 28A എന്നാണ് കൃത്യമായി പറയുന്നത്. അത് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, വിപുലമായ മാറ്റങ്ങളാണ് നമ്മൾ സെക്ഷൻ 28 നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ. അതിൽ 5ാമതായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റം വളരെ മൈനർ ആയിട്ടുള്ളൊരു 5ാമതായി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം, സബ്സെക്ഷൻ 1E ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 1E നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു ബൈഫർക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നത് അതിൻ്റെ ക്രമങ്ങളാണ് നമ്മൾ 1E യഥാർത്ഥ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സബ്സെക്ഷൻ 3 1E 3ാമത്തെ സബ്സെക്ഷനിലാണ് ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, അത് വളരെ സിമ്പിളായിട്ടുള്ള മാറ്റമാണ്. ഇത്തരം സച്ച് ബൈഫർക്കേഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. 1 year എന്നുള്ള മാറ്റിയിട്ടൊന്നുമില്ല, ഇപ്പോഴും 1 year തന്നെയാണ്. ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ഓർഡിനൻസ് ഓഫ് 2012 ഓർഡിനൻസ് വിധേയമായിട്ടായിരിക്കും എന്നുള്ളത്. ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ഓർഡിനൻസ് എന്നുള്ളത് ഇപ്പോൾ അതിന് പ്രാധാന്യമില്ലാത്തതുകൊണ്ട് പുതിയ അമെൻമെൻറ്റ് അത് കൃത്യമായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിനി ഇങ്ങനെ തിരുത്തി വായിക്കാം, കുറച്ചുകൂടി ക്ലാരിറ്റി വരും. സച്ച് ബൈഫർക്കേഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. 1 year മാറ്റമില്ല. ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബൈഫർക്കേഷൻ ഓർഡർ ബൈ ദ രജിസ്ട്രാർ എപ്പോഴാണോ ബൈഫർക്കേഷൻ ഓർഡർ ഇറക്കുന്നത് ആ ഡേറ്റ് മുതൽ ഇത് പ്രാബല്യത്തിലായിരിക്കും എന്ന ഒരു ഭേദഗതി വളരെ കാലോചിതമായ പരിഷ്കരണം തന്നെയാണ്. സുഹൃത്തുക്കളെ, ഇനി സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയിലെ സുപ്രധാനമായ ഒരു ഭേദഗതിയാണ്. അത് 1G കൊണ്ടുവന്നിരിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്.
സബ്സെക്ഷൻ 1Gയിൽ നമുക്കറിയാം കോപ്ഷൻ്റെ പ്രൊവിഷനാണ്. കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ 2 അംഗങ്ങളെ കോപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനായിരുന്നു നേരത്തെ അതിൻ്റെ മൂല ആക്റ്റിൽ ഉണ്ടായിരുന്നത്, 1Gയിൽ ഉണ്ടായിരുന്നത്. 2 പേരെ കോപ്റ്റ് ചെയ്യാം, അവർ സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ വൈദഗ്ധ്യമുള്ള ആളുകളായിരിക്കണം എന്നുള്ള മട്ടിൽ ഒരു വേഗമായിട്ട് ഒരു ക്ലാരിറ്റി കുറവ് അതിനകത്ത് കൃത്യമായി ഉണ്ടായിരുന്നു. ആ ഒരു ചർച്ച വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് 1Gയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ ഇനിയുള്ള ആക്റ്റിൽ ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ആക്റ്റിലോ ലായിലോ റൂളിലോ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഒരു കമ്മിറ്റി ഒരു കമേഴ്സ്യൽ ബാങ്കിലോ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോ ഇപ്പോഴത്തെ കേരള ബാങ്കിലോ അല്ലെങ്കിൽ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെങ്കിൽ കേരള സംസ്ഥാന കാർഷിക വികസന ബാങ്കിലായാലും മതി, അല്ലെങ്കിൽ ഒരു പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്കിലായാലും മതി, അല്ലെങ്കിൽ DCB ഇപ്പോൾ DCB ഇല്ല, മുൻ DCB, അവിടെ ഒരു പെയ്ഡ് സർവീസിലുള്ള ആളായിരിക്കണം, അവിടെ ഒരു സ്ഥിര എംപ്ലോയി ആയിരുന്നിരിക്കണം എന്നാണ് വ്യവസ്ഥ. അല്ലെങ്കിൽ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ മാനേജർ കേഡറിൽ അല്ലെങ്കിൽ ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ, അല്ലെങ്കിൽ എക്കണോമിക്സ്, അല്ലെങ്കിൽ കോമേഴ്സ്, അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ്, അല്ലെങ്കിൽ ലോ, അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ, ഇവയിൽ വൈദഗ്ധ്യമുള്ള 2 പേരെ കമ്മിറ്റിയിലേക്ക് കോപ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു ഭേദഗതിയാണ്, ഒരു അമെൻമെൻറ്റാണ് നമ്മളിപ്പോൾ 1Gയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ക്ലാരിറ്റിയോടുകൂടി പഴയ ഒരു സംഗതിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിവിടെ കാണാൻ വേണ്ടി കഴിയും. സബ്സെക്ഷൻ 1G ആണ് ഞാൻ വായിക്കുക. Notwithstanding anything contained in the bylaw of a society, the committee in office shall co-opt 2 persons or representatives who are അല്ലെങ്കിൽ were in paid service of a commercial bank, വാണിജ്യ ബാങ്കുകൾ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോഴത്തെ കേരള ബാങ്ക്, ഓർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് കാസ്കാഡ് ബാങ്ക്, അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയാലും മതി. വൈൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പഴയ ജില്ലാ ബാങ്കുകൾ, ഓർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ മാനേജീരിയൽ കേഡർ or specialization in cooperation, cooperative management, agriculture, economics, commerce, public finance, law, rural development and information technology as members of the committee of such society എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഇംഗ്ലീഷ് വെർഷൻ. കൂട്ടുകാർക്ക് ഇപ്പോൾ വായിച്ചപ്പോൾ അത് കൃത്യമായി മനസ്സിലായി കാണും. സുഹൃത്തുക്കളെ, ഈ അംഗങ്ങളുടെ കോപ്ഷനുമായി ബന്ധപ്പെട്ട 1Gയിൽ വന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു മാറ്റം, കാലോചിതമായ മാറ്റം നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ബേസിക് ആക്റ്റിലുണ്ടായിരുന്ന ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തുടർച്ചയായിട്ട് വന്ന 3 പ്രൊവിസോ കാതലായ മാറ്റങ്ങളില്ലാതെ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ആ പ്രൊവിസോ നമുക്കെല്ലാം നേരത്തെ തന്നെ കോപ്ഷൻ്റെ കേസിൽ അറിയാം എന്നുള്ളതാണ്. 1A ഉണ്ട്, നമ്മുടെ സബ്സെക്ഷൻ 1A അതിൽ പറഞ്ഞിട്ടുള്ള മാക്സിമം ലിമിറ്റിന് പുറമെ 2 അംഗങ്ങളാണ്, അതിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതാണ് 1ാമത്തെ പ്രൊവിസോയിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അത് മാറ്റമില്ലാതെ ഇപ്പോഴും തന്നെ തുടരുകയാണ്. അങ്ങനെ 2ാമത്തെ പ്രൊവിസോയിൽ പറയുന്നത് ഇങ്ങനെ കോപ്റ്റ് ചെയ്യപ്പെട്ടു വരുന്ന അംഗങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അതൊരു പ്രധാനപ്പെട്ട, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഉണ്ടായിരിക്കുന്നതല്ല. ബോർഡിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയായി തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുമില്ല. അപ്പോൾ ഇലക്ഷനിൽ മത്സരിച്ച് ഔദ്യോഗിക സ്ഥാനത്തേക്ക് വരാൻ പറ്റില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല. കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ അത് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്, അതിൽ മാറ്റം ഇല്ല. ഇപ്പോഴും 2ാമത്തെ പ്രൊവിസോയിൽ അത് തന്നെയാണ് പറയുന്നത്. 3ാമത്തെ പ്രൊവിസോയിൽ പറയുന്ന മറ്റൊരു സുപ്രധാനമായ കാര്യം, അതിൽ മാറ്റമില്ല, പക്ഷേ സംഗതി പ്രധാനപ്പെട്ടതാണ്. അതൊന്നുകൂടെ അടിവരയിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾ തന്നെയായിരിക്കും ഈ കോപ്റ്റഡ് മെമ്പേഴ്സ്. 2 പേര് കോപ്റ്റ് ചെയ്ത് വരുന്നവർ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ സബ്സെക്ഷൻ 1Aയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ടോട്ടൽ ഡയറക്ട് ബോർഡിൻ്റെ എണ്ണം എത്ര, കോറം എത്ര എന്നൊക്കെ ചോദിക്കുന്ന കേസിൽ ഇവരെ കൗണ്ട് ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഈ കോപ്റ്റഡ് മെമ്പേഴ്സിനെ കൗണ്ട് ചെയ്യാൻ പാടില്ല. അവരുടെ എണ്ണം കണക്കാക്കുന്ന ആവശ്യത്തിലേക്ക് അങ്ങനെയുള്ള അംഗങ്ങളെ ഒഴിവാക്കേണ്ടതാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. നേരത്തെയും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ അമെൻഡഡ് പോർഷനിലും അത് തന്നെയാണ്. അപ്പോൾ അത് 3ഉം ഞാൻ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇത് കൂടാതെ ഒരു പുതിയ ഒരു പ്രൊവിസോ കൂടെ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് 4ാമതായി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നേരത്തെ ഇല്ലായിരുന്ന ഒരു പുതിയ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം.
ഈ കോപ്ഷൻ്റെ കേസിൽ നേരത്തെ ഇല്ലാതിരുന്ന ബോർഡ് ചാർജ് എടുത്തു. അങ്ങനെ ചാർജ് എടുത്ത് കമ്മിറ്റി രൂപീകരിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ ഈ 2 പേരെ കോപ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ കോപ്റ്റ് ചെയ്യപ്പെടാൻ പറ്റാതെ വന്നാൽ രജിസ്ട്രാർക്കോ സർക്കാരിനോ ഒരു നോട്ടീസ് നൽകിക്കൊണ്ട് ഈ 2 പേരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അധികാരമുണ്ടായിരിക്കും എന്നുള്ളതാണ് പുതിയ വകുപ്പിൽ പുതിയ പ്രൊവിസോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് സുപ്രധാനമായൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ സബ്സെക്ഷൻ 1Gയിൽ എക്സ്പെർട്ട് അംഗങ്ങളുടെ ഓപ്ഷനാണ് പറയുന്നത്. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വിശദമായി ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം വന്ന 3 പ്രൊവിസോയിൽ മാറ്റമില്ല. 4ാമത് പുതിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ വന്നു. അപ്പോൾ ആകെ 4 പ്രൊവിസോ ആണ് ഇതിനകത്ത് ഈ സബ്സെക്ഷനിൽ ഇപ്പോൾ ഉള്ളത്. സുഹൃത്തുക്കളെ, സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി സുപ്രധാനമായ ഒരു സെക്ഷൻ, ഒരു നിയമമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വന്ന വിശദമായ ഭേദഗതികൾ, നമ്മളതിൻ്റെ സബ്സെക്ഷനിൽ വന്ന സബ്സ്റ്റിറ്റ്യൂഷൻസും ഭേദഗതികളും വിശദമായി തന്നെ ചർച്ച ചെയ്തു. പക്ഷേ ആ സബ്സെക്ഷൻ 1നേക്കാൾ അതിപ്രധാനവും കാലോചിതവും വളരെ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു ഭേദഗതിയാണ് 2A സെക്ഷൻ 28 സബ്സെക്ഷൻ 2A കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി അമെൻമെൻറ്റ് വളരെ സുപ്രധാനം, കാലോചിതം. അതെന്താണ് നമുക്ക് നോക്കാം. ഈ ഭേദഗതി തന്നെയായിരിക്കും ഈ സമഗ്ര ഭേദഗതിയിൽ 23 സമഗ്ര 2023 കേരള സഹകരണ സംഘം നിയമ സമഗ്ര ഭേദഗതിയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഭേദഗതിയും ഇതുതന്നെയായിരിക്കും. ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതും ഇതുതന്നെയായിരിക്കും. അതിൻ്റെ പ്രസക്തി അത്രത്തോളം വലുതാണ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് ഞാനതിൻ്റെ സംക്ഷിപ്തം ഞാനൊന്ന് പറയാം. ഒരു വായ്പാ സംഘത്തിൻ്റെ ബൈലായിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഒരു സംഘത്തിൻ്റെ കമ്മിറ്റിയിലെ ഏതൊരു അംഗത്തിനും അവരുടെ കാലാവധി പൂർണ്ണമായോ ഭാഗികമായോ എന്നുള്ളത് നോക്കാതെ ഒരു തവണ കമ്മിറ്റി അംഗമായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, അത് നോക്കാതെ തുടർച്ചയായി 3ലധികം തവണ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള സുപ്രധാനമായ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നമുക്ക് 2Aയുടെ വേർഷൻ നോക്കാം. കൂട്ടുകാർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സെക്ഷൻ 28 സബ്സെക്ഷൻ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് ടു ദ കോൺട്രറി കണ്ടെയ്ൻഡ് ഇൻ ദ ആക്ട്, റൂൾസ് or in the bylaw of a credit society, no member of the committee of a society shall be eligible for election to the committee for more than 3 consecutive terms, irrespective of whether the term is in full or in part. ക്ലിയർ ആയല്ലോ സുഹൃത്തുക്കളെ? ഇതിനോടൊപ്പം ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് കൂടി ഈ അമെൻമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വായ്പാ സംഘങ്ങൾ, ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്താണെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് അവിടെ പറയുന്നത്. അത് ഇത്ര തന്നെ. നമ്മൾ മുകളിൽ പറഞ്ഞ ഒരു ഭേദഗതിയിൽ പുതുതായി കൊണ്ടുവന്ന ക്ലാസ്സിൽ ക്രെഡിറ്റ് സംഘങ്ങൾ എന്നാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്രെഡിറ്റ് സംഘങ്ങൾ ഗണത്തിൽ ഏതൊക്കെ വരും എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. സംഗതി ഞാനൊന്ന് സ്പീഡായി പറയാം, നിങ്ങൾക്കിവിടെ അതിൻ്റെ ടെക്സ്റ്റ് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ക്രെഡിറ്റ് സൊസൈറ്റി മീൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക്സ്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ്, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ്, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ. ഇത്രയുമാണ് നമ്മുടെ ക്രെഡിറ്റ് സൊസൈറ്റി എന്നുള്ള ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ആ എക്സ്പ്ലനേറ്ററി നോട്ട്. അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, ക്ലിയറാണ്. സുഹൃത്തുക്കളെ, ഇനി ഈ പ്രധാനമായ സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇതിൽ വരുന്ന ഒരു അവസാന ഭേദഗതി ആയിട്ട് നമുക്ക് 8ാമത് ആയിട്ട് വരുന്ന ഭേദഗതി എന്ന് പറയുന്നത് സബ്സെക്ഷൻ 3 ഒരു സംഘത്തിൻ്റെ പ്രസിഡന്റ് ആവാൻ എത്ര ടൈപ്പ് സൊസൈറ്റിയിൽ ആകാം എന്നുള്ളതിനെക്കുറിച്ചൊരു പരാമർശം പഴയ ആക്റ്റിലുണ്ടായിരുന്നു. അവിടെ ഒരു അഡീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സബ്സെക്ഷൻ 3 പ്രൊവിസോ ആയിട്ട് ചേർത്തിട്ടുള്ള ഭാഗത്ത് ഒരു അഡീഷൻ, ഒരു സംഘത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാനായിട്ട്
എത്ര തരം സംഘങ്ങളിൽ ഒരു തവണ ഒരുമിച്ച് ആകാം എന്നുള്ളതിനെക്കുറിച്ചൊരു പരാമർശം നേരത്തെ പഴയ ആക്ടിലുണ്ടായിരുന്നു. അതിന് ഒരു പ്രൊവിസോയിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഒരു അഡീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സബ്സെക്ഷൻ 28 സബ്സെക്ഷൻ 3 പ്രൊവിഷനിൽ ഒരു അഡീഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരേ തരത്തിലുള്ള ഒന്നിലധികം സംഘങ്ങളിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ രണ്ടിലധികം സംഘങ്ങളിലോ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാനായി തുടരാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഒരേ തരത്തിലുള്ള ഒന്നിലധികം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയിരുന്നു. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ രണ്ടിലധികം എന്നും കൂടി ആഡ് ചെയ്തു. അത് ഇനി നമുക്ക് ഇങ്ങനെ വായിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് കാണാൻ വേണ്ടി കഴിയും. പ്രൊവൈഡഡ് ദാറ്റ് നോ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഷാൽ ബി ദ പ്രസിഡന്റ് ഓർ ചെയർമാൻ ഓഫ് മോർ ദാൻ വൺ സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്. പുതിയതായിട്ട് ഓർ മോർ ദാൻ 2 സൊസൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം തന്നെയാണ്. ഈ ഭേദഗതി നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ 28 വന്ന സുപ്രധാനമായ മാറ്റങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. അതും രണ്ടാവർത്തി നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോടുള്ളത്. സുഹൃത്തുക്കളെ, ഇനി അവശേഷിക്കുന്നത് 2 സബ്സെക്ഷനുകളാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അതിൻ്റെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട ഒരു ഉപവകുപ്പാണ്. അതിൽ യഥാർത്ഥത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് മേ ബി പെയ്ഡ് ഓണറേറിയം അറ്റ് സച്ച് റേറ്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നിശ്ചയിച്ചുള്ള പ്രകാരം ഓണറേറിയം സ്വീകരിക്കാൻ അർഹതയുണ്ട്. അതിൽ മാറ്റമില്ല. അത് അതേപടി തുടരും. പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു സബ്സെക്ഷൻ സബ്സെക്ഷൻ 5 ആണ്. അതിലാണ് കൃത്യമായി കോറം പറയുന്നത്. കമ്മിറ്റിയുടെ കോറം കൃത്യമായി പറയുന്നുണ്ട്. കോറം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 50+1 ആണ്. അപ്പോൾ കേവല ഭൂരിപക്ഷം തന്നെയാണ്. അതിലും മാറ്റം വരുത്തിയിട്ടില്ല. ദ കോറം ഫോർ ദ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഷാൽ ബി സച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് at above 50% of the total number of the members of the committee എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. 50% അധികം മതി കോറം. അത് കേവല ഭൂരിപക്ഷം തന്നെയാണ്. അതിലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇത്രയും കണ്ടന്റ് അടങ്ങിയ ബൃഹത്തായ ഒരു ഭേദഗതികളും നിയമങ്ങളും അടങ്ങിയ ഒരു സെക്ഷനാണ് സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. ഇത് സുഹൃത്തുക്കൾക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്നുള്ള ഒരു ചിന്തയോടെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടക്കും. സുഹൃത്തുക്കളെ, ഇനി അവശേഷിക്കുന്ന 28ാമത്തെ ബൃഹത്തായ സെക്ഷനിൽ അവശേഷിക്കുന്ന 2 അമെൻമെൻറ്റുകളാണ് ബാക്കി. അത് നമുക്ക് വളരെ പ്രധാനമാണ്. അവ എന്താണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. 18ാമത് ആയി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ് ഭേദഗതി സെക്ഷൻ 28AB സെക്ഷൻ 28AB. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് ഓഫീസേഴ്സ് ഇവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശദമായി പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 28AB. അതിൻ്റെ 2ാമത്തെ സബ്സെക്ഷനിലാണ് ഒരു ഭേദഗതി ഈ സമഗ്ര ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് സെക്ഷൻ 28AB എന്താണെന്ന് നോക്കാം. 28ABയുടെ സബ്സെക്ഷൻ 1 ഉള്ള ഒരു ക്ലോസ് നമുക്ക് അറിയാം. സബ്സെക്ഷൻ 1 ക്ലോസിൽ പറയുന്നത് സെക്ഷൻ 28(1) പ്രകാരം ഒരു കമ്മിറ്റി ഒരു സംഘത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ കമ്മിറ്റി ഷാൽ എലക്ട് ഫ്രം ദംസെൽഫ് എ പ്രസിഡന്റ്, എ വൈസ് പ്രസിഡന്റ്, എ ട്രഷറർ ഓർ എനി അതർ ഓഫീസർ ബൈ വാട്ട് എവർ നെയിം ഹി ഈസ് ഡെസിഗ്നേറ്റഡ് എന്നാണ് കൃത്യമായി പറയുന്നത്. അപ്പോൾ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ഈ പറയുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അതിൽ ഒരു ഭേദഗതിയും ഇപ്പോൾ വന്നിട്ടില്ല. വന്നിരിക്കുന്നത് 2ാമത്തെ ക്ലോസിലാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ 2ാമത്തെ ക്ലോസ് സ്വാഭാവികമായിട്ടും എലക്ഷൻ ആൻഡ് റിമൂവൽ ആയതുകൊണ്ട് റിമൂവലിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് 2ാമത്തെ ക്ലോസിലുള്ളത്. അതിൽ കൃത്യമായി ഒരു അഡീഷൻ ആണ് ചേർത്തിട്ടുള്ളത്. അത് വളരെ സിമ്പിളാണ്. എ കമ്മിറ്റി ഷാൽ റിമൂവ് ഫ്രം ഓഫീസ് പ്രസിഡന്റ്, നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ വൈസ് പ്രസിഡന്റ്, ഓർ ദ ട്രഷറർ ഓർ എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റി എന്നുള്ള ആ സ്ഥലത്ത് ഒരു അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നു. എന്താ അഡീഷൻ? എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റി ഓർ എ ഡെലിഗേറ്റ് ഓഫ് ദ സൊസൈറ്റി ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ ദ കമ്മിറ്റി. കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് നടത്തുന്ന ഒരു ഡെലിഗേറ്റിനെയും ഇത്തരത്തിൽ റിമൂവ് ചെയ്യാം. കാരണം ഏത് പേരിൽ പറഞ്ഞാലും എന്നുള്ളൊരു പരാമർശം സബ്സെക്ഷൻ 1 അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ടുള്ള ഒരു അമെൻമെൻ്റാണ് സബ്സെക്ഷൻ 2 28AB കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ടെക്സ്റ്റ് സുഹൃത്തുക്കൾക്ക് കാണാൻ വേണ്ടി കഴിയും.
അത് ഞാനൊന്ന് വായിക്കാം. രണ്ടാമത്തെ സബ്സെക്ഷൻ ഈ തരത്തിൽ വായിക്കുന്നതായിരിക്കും നല്ലത്. സബ്സെക്ഷൻ 28AB സബ്സെക്ഷൻ 2. A committee shall remove from office the president, vice president, or the treasurer, or any other officer of the committee, or a delegate of the society who has been appointed by the committee. പിന്നെ ഉള്ള സെൻറ്റൻസിൽ മാറ്റമില്ല, അതുകൊണ്ട് ഞാനത് പ്രത്യേകം വായിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. സാധാരണ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്ന് സ്വാഭാവികമായി ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ആരെ വേണോ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരാമർശം. ആ ഒരു ഭാഗത്തിലൊന്നും ഈ ഭേദഗതി ഇല്ല. ഇനി 28ാമത്തെ സുപ്രധാനമായ സെക്ഷനിൽ അവശേഷിക്കുന്ന ഒരേ ഒരു അമെൻമെൻറ്റ് സെക്ഷൻ 28Bയിലാണ്. 28B നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ളതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് സെക്ഷൻ 28Bയിലുള്ളത്. നമുക്കേവർക്കും അറിയാം, ഒരു ഗവൺമെൻറ്റിന് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്നതിനു വേണ്ടി സഹകരണ സൊസൈറ്റികളുടെ ഇലക്ഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിന് പെടുത്തിക്കൊണ്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 28Bയിലുണ്ടായിരുന്നത്. അതിൽ കാതലായൊരു ഭേദഗതി, ഒരു വളരെ സുപ്രധാനമായ സംസ്ഥാന സഹകരണ യൂണിയനും സർക്കിൾ സഹകരണ യൂണിയനെയും ബാധിക്കുന്ന, ഇലക്ഷനെ ബാധിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു മാറ്റമാണ് 28B സബ്സെക്ഷൻ 1 കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്ഷൻ 28Bയിലെ സബ്സെക്ഷൻ 1 അവർ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഒരു നോട്ടിഫിക്കേഷൻ, ഗസറ്റിലൂടെ നോട്ടിഫിക്കേഷനിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻമെൻറ്റ് നടത്താനുള്ള അധികാരം കൊടുക്കുകയും അത് സഹകരണ സംഘങ്ങളുടെ ഇലക്ഷൻ നടപടികൾ നടത്തുന്നതിനും വേണ്ടിയാണ് എന്നാണ് സബ്സെക്ഷൻ 1 നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങൾ എന്നുള്ള വാക്കിനോട് ചേർന്ന് ഒരു അഡീഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ അഡീഷൻ എലക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പിന്നെ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ് എന്ന് കൃത്യമായി ആഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി സ്റ്റേറ്റ് യൂണിയൻ്റെയും സർക്കിൾ യൂണിയൻ്റെയും മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പുകൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കും എന്നാണ് ഈ അമെൻമെൻറ്റിൻ്റെ സംക്ഷിപ്തം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, സെക്ഷൻ 89 അതിലാണ് സംസ്ഥാന സഹകരണ യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിച്ചിട്ടുള്ളത്. അവിടുത്തെ ഇലക്ഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സഹകരണ യൂണിയൻ്റെ ഇലക്ഷൻ നമുക്ക് ഏവർക്കും അറിയും പോലെ തന്നെ രജിസ്ട്രാറാണ് നാളിതുവരെ നടത്തിയിരുന്നത്. അത് റൂൾ 151 കൃത്യമായി പറയുന്നുമുണ്ട്. ഇലക്ഷൻ പ്രൊസീഡിങ്സിൽ രജിസ്ട്രാർക്ക് റിട്ടേണിംഗ് ഓഫീസറെ പിന്നെ അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസറെയും ഒക്കെ അപ്പോയിൻമെൻറ്റിനുള്ള അധികാരം റൂൾ 151 കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ RCSനാണ് അതിൻ്റെ അധികാരം എന്ന് വ്യക്തം. അതുപോലെ തന്നെ സെക്ഷൻ 88 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ റൂൾ 129 വ്യക്തമായി നേരത്തെ തന്നെ പറയുന്നുണ്ട്. അവിടെ ഒരു കാര്യം പറയുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആയിരിക്കും അടുത്ത റിട്ടേണിംഗ് ഓഫീസർ എന്ന റൂൾ 129 കൃത്യമായി പറയുന്നുണ്ട്. ഇതിനൊക്കെയാണ് സമഗ്രമായ ഒരു ഭേദഗതി ഇവിടെ വന്നിരിക്കുന്നത്. ഇനി RCSനല്ല ഈ സംസ്ഥാന സഹകരണ യൂണിയൻ്റെയും അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെയും മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തേണ്ട അധികാരി എന്ന് പറയുന്ന RCS അല്ല, ഇനി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനായിരിക്കും. ഈ ഭേദഗതിയിലൂടെ അതാണ് ഇംപ്ലിമെൻ്റ് ആക്കിയിരിക്കുന്നത് എന്ന് വ്യക്തം. തന്നെ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഭേദഗതി കൂടി സബ്സെക്ഷൻ 2 കൊണ്ടുവന്നിട്ടുണ്ട്. സബ്സെക്ഷൻ 2 28Bയുടെ സബ്സെക്ഷൻ 2 എന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടനയെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് അവിടെയുള്ളത്. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ 3 അംഗങ്ങളായിരിക്കും ഉണ്ടാകുക. അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതിൽ ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷനും അതർ ഷാൽ ബി കമ്മീഷണേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഒരാൾ, പിന്നെ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് മറ്റ് 2 പേരെന്നാണ് പറയുന്നത്. ഇനി ഭേദഗതി വന്നിരിക്കുന്നത് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്നാണ് നേരത്തെയുള്ള സെക്ഷനിൽ പരാമർശിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ ആണ് എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു ചെറിയ അഡീഷൻ കൂടെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ്, നിയമ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ എന്നുള്ളൊരു മാറ്റം.
നേരത്തെ ഏത് വകുപ്പിലെയും സ്പെഷ്യൽ സെക്രട്ടറിക്ക് ആകാമായിരുന്നു. ഇനി അത് പറ്റില്ല. ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്റിന് ആ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും നമ്മൾ ഈ പറയും പോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ആ ഒരു ഭേദഗതിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത് സഹകരണ വകുപ്പിലെ അഡീഷണൽ രജിസ്ട്രാർ തസ്തികയിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നവർക്കോ ഈ കമ്മീഷണേഴ്സ് ആയി മാറാൻ കഴിയും എന്നുള്ള ഭാഗത്തിൽ ഇപ്പം മാറ്റം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അഡീഷണൽ രജിസ്ട്രാർ റാങ്ക് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട അപ്പർ ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട ഒരു സീലിംഗ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ഏവർക്കും അറിയാം. അത് 5 വർഷത്തേക്കാണ് നിയമനം. അതുപോലെ തന്നെ 5 വർഷത്തേക്കോ 62 ഇയേഴ്സ് ഏതാണോ ആദ്യം വരുന്നത് അത് വെച്ച് എക്സ്പയർ ആവും എന്നുള്ളൊരു പരാമർശം നേരത്തെ ഉണ്ടായിരുന്നു. 3 പേർക്കും ബാധകമാണത്. അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ആകെ മാറ്റം വരുത്തിയിരിക്കുന്നത് സബ്സെക്ഷൻ 2 സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള അഡീഷൻ. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഈ അഡീഷൻ ചേർത്തുകൊണ്ടുള്ള ടെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഞാനൊന്ന് വായിക്കാം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്, ഒന്നും അതിൽ കൺഫ്യൂഷൻ ആയിട്ടൊന്നുമില്ല. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 members. One among them shall be the state chief cooperative election commissioner and others shall be commissioners. കൃത്യമായി ഞാൻ പറഞ്ഞത് തന്നെയാണ്. ചീഫ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ shall be an officer not below the rank of special secretary to government. ഇനി ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടെ ആഡ് ചെയ്യുക. Commissioners shall be a person who are or have been the officers of the Department of Cooperation not below the rank of the additional registrar of cooperative societies. അതിലൊന്നും മാറ്റമില്ല. The appointment of state chief cooperative election commissioner and commissioners shall be for a period of 5 years from the date of assumption of office or 62 years. അത് ഓർക്കേണ്ടതാണ്. 62 years whichever is earlier എന്നാണ് ആ ടെക്സ്റ്റിൻ്റെ കംപ്ലീറ്റ്. അതിലൊന്നും മാറ്റമില്ല. ഒരൊറ്റ അഡീഷൻ എന്ന് പറയുന്ന ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് മാത്രം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിച്ചു. ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് അത് ക്ലിയറായി മനസ്സിലായി കാണും. അത് സമ്പൂർണ്ണമായി. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. സെക്ഷൻ 28 സുപ്രധാനമായ അതിപ്രധാനമായ വളരെ ലെങ്തി ആയിട്ടുള്ള ഈ സെക്ഷനിൽ വന്നിരിക്കുന്ന ഒട്ടനവധി ഭേദഗതികൾ അമെൻമെൻറ്റ്സ് വിശദമായി ഇൻട്രസ്റ്റിംഗ് ആയി സരസമായി ലളിതമായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ഭാഗങ്ങളിലെ അമെൻമെൻറ്റ്സുമായി ഭേദഗതികളുമായി ചർച്ചയ്ക്കായി ഞാൻ നിങ്ങളോടൊപ്പം അടുത്ത എപ്പിസോഡിൽ ഉടൻ തന്നെ കാണും. അതുവരേക്കും സൈനിങ് ഓഫ് നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.